അച്ഛന് തല്ല് കിട്ടിയോ? ഇല്ലില്ല, ഇപ്പൊ കിട്ടും. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. നിങ്ങൾ വിഷയം മാറ്റാതെ വിഷയത്തിലേക്ക് വരും. ശരി, അനിൽ ഈ വിഷയത്തിലേക്ക് വരിക. അനിൽ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഈ വിഷയത്തിലേക്ക് വന്നാൽ രാഹുലിനെ ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്? ഈ വിഷയത്തിലേക്ക് വരാം അനിൽ. ചുക്കും പറയാനില്ലാത്തതുകൊണ്ട് സുപ്രീം കോടതി. ശരി അനിൽ, ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എല്ലായിടത്തും പോലീസുണ്ടല്ലോ. തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, ഡൽഹിയിലുണ്ട്, പഞ്ചാബിലുണ്ട്. അവിടെ ഒന്നും ഇത്രയധികം പേരെ ഒരു സമരത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലൊന്നും കൊണ്ടുപോകാറില്ല. ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്കങ്ങനെ ക്ലിയർ ആയില്ല. അതങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. ആംഗ്യ ഭാഷ കാണിക്കണം. ഞാൻ കാണിച്ചു. മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ നവകേരള സദസ്സിനിടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രക്കിടെ ഈ ക്രമസമാധാന പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമിട്ടത് ഈ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി ഓമന പേരിട്ട് വിളിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആ കായികക്ഷമതയാണ്. അതിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ എന്താണ് ചുമത്തിയിരിക്കുന്നത്? അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ആദ്യം ഒരു നടപടിയും കൈക്കൊണ്ടില്ല. പക്ഷേ കോടതി ഇടപെട്ടതിന് ശേഷമാണ് കേസെടുത്തത് പോലും. അവിടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച ആളുകളെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ. ഇത് കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ് ശ്രീ ടി ജി മോഹൻദാസ്, അല്ലേ? കൗതുകകരം മാത്രമല്ല, പ്രതിഷേധാർഹമാണ് ഇതൊക്കെ. ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. അവനവൻ്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യില്ല. അവനവൻ്റെ ആൾക്കാരുടെ പേരിൽ കേസെടുക്കണമെങ്കിൽ കോടതി പറയണം. മറ്റു വഴിയെ പോകുന്നവരെയൊക്കെ ഇങ്ങരുടെ ഗൺമാൻ ഇറങ്ങിയിട്ട് തല്ലുക. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ? ഇവിടെ കേട്ട് കഴിവില്ലാത്ത കാര്യം. ഗൺമാൻ എന്താ ആൾക്കാരെ തല്ലാൻ കാര്യം? അങ്ങേര് തോക്കും വെച്ച് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കേണ്ട ആളാണ്. അങ്ങേര് പുറകിലൊരു വാഹനത്തിൽ. ഇതെന്ത് പരിപാടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗൺമാൻ സാധാരണ മന്ത്രിയുടെ കൂടെ ഉണ്ടാവേണ്ടതാണ് ആ വണ്ടിയിൽ. ആ വണ്ടിയിൽ ഇദ്ദേഹം പേടിച്ചിട്ട് ആരെയും കയറ്റില്ല. കാരണം ഗൺമാൻ തിരിഞ്ഞ് ഇങ്ങേരെ വെടിവെച്ചാലോ എന്നാണ് പിണറായി വിജയൻ്റെ പേടി. അതുകൊണ്ട് ഗൺമാൻ പുറകിലൊരു വണ്ടിയിലാണ്. എന്നിട്ട് ഗൺമാൻ ഇറങ്ങിയിട്ട് നാട്ടുകാരെ തല്ലുക എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ തല്ലി വശക്കേടാക്കി. അയാൾ കോൺഗ്രസ്സുകാരനാണ്. അയാൾ കീഴടങ്ങിയ മട്ടിൽ ഈ അടച്ചിട്ട ഷട്ടറിൽ ചാരി ഇരിക്കുന്നു. പാവം തല്ലുകൊണ്ട് അവശ്യ നിലയിലായി. അവിടെ കയറിയിട്ട് നിങ്ങളൊന്നും തല്ലിയതുപോലെ ഞാൻ തല്ലിയാലേ തല്ലാകൂ എന്നുള്ള മട്ടിൽ ഇങ്ങനെ തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു, ഈ നാട്ടിൽ നിയമവാഴ്ചയുണ്ടോ? ഇതെല്ലാം ചെയ്തതിനെതിരെ യാതൊരു കേസും ഇല്ല, ഒരു ചുക്കുമില്ല. എന്നിട്ട് ഈ 4 മുദ്രാവാക്യം വിളിക്കുകയോ കരിങ്ങോട് കാണിക്കുകയോ ഒക്കെ ചെയ്ത ആൾക്കാർക്കെതിരെ കേസ്. അത് ഭീകരമായ കേസ്. ഞാൻ ചോദിക്കട്ടെ, ഗവർണർക്കെതിരെ ചൊരിഞ്ഞ പോലത്തെ അസഭ്യം ചരിത്രത്തിൽ ആരെങ്കിലും ഇവർ വിളിച്ചിട്ടുണ്ടോ? എന്നാര് പറഞ്ഞു? അതനുബന്ധിച്ച് നാട്ടുകാർ പോസ്റ്റർ വരെ ഒട്ടിച്ചു. IPC 124 എന്ന സെക്ഷൻ NIA ആക്ടിൻ്റെ ഷെഡ്യൂൾ ഒഫൻസിൽ ഉള്ള ആദ്യം എഴുതിയിരിക്കുന്ന സെക്ഷനാണ്. സേനാപതി വേണുവിന് മനസ്സിലാവും. IPC 124 IPC ഒഫൻസ് മാത്രമല്ല, NIA ഒഫൻസാണ്. NIAയുടെ ഷെഡ്യൂൾ ഒഫൻസിൽ ആദ്യത്തേതാണ് IPC 124. ശരിക്കും പറഞ്ഞാൽ NIA ആണ് ഇവർക്കെതിരെ കേസെടുക്കേണ്ടത്. ഗവർണറെ ആക്രമിക്കാൻ ശ്രമിക്കുക, ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുക, ക്രിമിനൽ ഫോഴ്സ് കാണിച്ച് ഭീഷണിപ്പെടുത്തുക, ഇതെല്ലാം 124 വരുന്നതാണ്. ഇതെല്ലാം SFI ചെയ്തു, DYFI ചെയ്തു. സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെ വേറെ ഒരു വഴിയില്ല, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ശ്രീ കെ അനിൽകുമാർ ചേരുകയാണ്, CPM നേതാവ്. അദ്ദേഹം ടെലിഫോൺ ലൈനിലാണ് ഉള്ളത്. ശ്രീ അനിൽകുമാർ, ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നുവോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യണം, കാരണം അദ്ദേഹത്തിനെതിരെ പോലീസ് വകുപ്പ് ചുമത്തിയതാണ്. അതുകൊണ്ട് അറസ്റ്റ് വേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ രീതിയിലുള്ള അറസ്റ്റും ഇത്തരത്തിലുള്ള കൊണ്ടു നടക്കലും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അത് ഒഴിവാക്കാവുന്നതല്ലേ? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ ഏതോ ഔദാര്യം കൊണ്ടാണ് കേരളത്തിൽ എന്തോ കുഴപ്പമില്ലാതെ നടക്കുന്നത്. അല്ലെ NIA അങ്ങ് വിഴിഞ്ഞേനെ ഇന്നിപ്പൂടെ ചർച്ച പറയുന്നത് കേട്ടു. ഒരു ഔദാര്യം ആവശ്യമില്ല. നരേന്ദ്രമോദിക്ക് വല്ലാത്ത തിരക്കുണ്ട്. ബിൽക്കിസ് ബാ ആ കേസിലെ കുറ്റവാളികളെല്ലാം രക്ഷിക്കുക തുടങ്ങിയ ഭാരിച്ച പണികൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഔദാര്യത്തെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. ഒരു ഔദാര്യം ആവശ്യമില്ല. പിന്നെ ഇർഫാൻ ഒക്കെ ഗുണ്ടയാണെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് പറയാനാ, എന്തോ കൂടിയത് അടിച്ചോണ്ട് വന്നിരിക്കുക. ഈ ഡിസംബർ മാസം 22-ാം തീയതി പരമ ഗുണ്ടയാണ് ഇർഫാൻ ഹബീബ്. എന്താ സംശയം? ഇർഫാൻ ഹബീബ് ഗുണ്ട തന്നെയാണ്. ആളുകൾക്ക്
നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പറയുമ്പം അദ്ദേഹം ആദരിക്കപ്പെടുകയാണ്. കാരണം നിങ്ങളെപ്പോലെ നീചമായ നാവുകൊണ്ട് ഈ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലനായ വ്യക്തിത്വങ്ങളൊക്കെ ഇങ്ങനെ അപമാനിക്കുമ്പോ അത് എന്ത് ആദരിക്കപ്പെടുന്നു? പച്ചയ്ക്ക് കണ്ടതല്ലേ, പച്ചയ്ക്ക് കണ്ടതല്ലേ അങ്ങനെ ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത്? പണി വരുന്നുണ്ടവറാച്ച. രാജ്യത്തെ ഗവർണറുടെ പ്രസംഗം ഒറ്റുകൊടുത്തവരും നടത്തുന്ന വാഗ്വാദം പോലെയാണോ അങ്ങനെ ആളുകളൊക്കെ ഇർഫാൻ കബീറിനെ പോലുള്ള ചരിത്ര പണ്ഡിതനെയൊക്കെ ആക്ഷേപിക്കുമ്പോ രാജ്യത്തെ ഒറ്റുകൊടുത്തത് നിങ്ങൾ സബ്ജക്റ്റിലേക്ക് നിങ്ങൾ അനാവശ്യമായിട്ട് നാട്ടിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ജയിക്കാന്നാണോ നിങ്ങളുടെ വിചാരം? കുഴപ്പമില്ല, ഞങ്ങൾക്കറിയാം. അല്ല, അതല്ല നരേന്ദ്രമോദി കുറ്റവാളികളെ എല്ലാം തുറന്നു വിടുകയും കുറ്റവാളികളെ മുഴുവൻ തുറന്നു വിടുകയും അതുപോലെ തന്നെ ടീസാ സദൽവാദിനെപ്പോലുള്ള ജയിലിലടക്കം ചെയ്യുന്ന നിങ്ങൾ തുറന്നു വിട്ടത്രയില്ല. 110 പേര്. നിങ്ങള് ഞാൻ പറയട്ടെ, അച്ചാരമ്പത്ത് പ്രദീപിനെ തുറന്നു വിട്ടത് ആരാ? KT ജയകൃഷ്ണൻ മാസ്റ്ററെ കൊന്ന അച്ചാരമ്പത്ത് പ്രദീപിനെ വെറും 4 വർഷം കഴിഞ്ഞപ്പോ 10 വർഷമായി എന്ന് പറഞ്ഞ് തുറന്നു വിട്ടത് ആരാ? നിങ്ങളല്ലേ? ആ ടീസാ സദൽവാദി ജയിലിലാണ്, ഇപ്പൊ ജാമ്യത്തിലാണ്. അവര് കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയത് ഇതേ സുപ്രീം കോടതിയാണ്. നിങ്ങൾ വിഷയം മാറ്റാതെ വിഷയത്തിലേക്ക് വരും. ശരി, അനിൽ ഈ വിഷയത്തിലേക്ക് വരിക. അനിൽ ഈ വിഷയത്തിലേക്ക് വന്നാൽ രാഹുലിനെ ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്? ഈ വിഷയത്തിലേക്ക് വരാം അനിൽ. ചുക്കും പറയാനില്ലാത്തതുകൊണ്ട് സുപ്രീം കോടതി സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കും. ശരി അനിൽ, പശുവിനെ പറ്റി 10 വാചകം എഴുതാൻ പറയുമ്പോഴേ അതിനെ പിടിച്ച് തെങ്ങെ കെട്ടിയിട്ട് തെങ്ങിനെ പറ്റി 10 വാചകം എഴുതുന്ന പോലെ ഉണ്ടല്ലോ. അനിൽ ഈ വിഷയത്തിലേക്ക് വന്നാൽ രാഹുലിനെ ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്? സംഭവം മാത്രം ചുരുക്കി പറഞ്ഞാൽ മതി. അതിലേക്കാണ് വരുന്നത്. അത് തന്നെയാണ് കണ്ടത്. ഡിസംബർ മാസം 22-ാം തീയതി തിരുവനന്തപുരം നഗരത്തിൽ എന്താ ചെയ്തത്? അവിടെ കുറെ ആളുകള് അക്രമത്തിന് ആയുധങ്ങളുമായിട്ട് ഇറങ്ങി. കുരുമുളകിന്റെ സ്പ്രേ, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പ്രയോഗിച്ചു. അവര് പോലീസിനെ അടിച്ച് താഴെയിരുന്ന കണ്ടില്ലേ? ഏതെല്ലാം തരത്തിലാണ് കടന്നാക്രമണം നടത്തിയത്? നിങ്ങളുടെ കയ്യിൽ പോണ്ടല്ലേ? ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? ആ കടന്നാക്രമണം നടത്തുക മാത്രമല്ല, കുറ്റവാളികളായ ആളുകളെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പോലീസ് വാഹനം നടത്തി DC കേന്ദ്രത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. ഇതൊക്കെ നിയമവാഴ്ചയുള്ള രാജ്യത്ത് നടത്തേണ്ട കാര്യമാണെങ്കിൽ അത് അഭിമാനകരമായിട്ട് കാണാം. അങ്ങനെ ചെയ്തപ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുത്ത പലരിൽ ഒരാള്, എല്ലാവരെയും പിടിച്ചിട്ടില്ല, പലരിൽ ഒരാള് അദ്ദേഹം വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ പോയി കൂട്ടിക്കൊണ്ടുപോയി. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട.